ഈശോയിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ധ്യാന ചിന്തകളിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. പുതിയൊരു ദിവസം കർത്താവ് നമുക്ക് നൽകിയതിനാൽ കർത്താവിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. പഴയ നിയമത്തിലെ സമാഗമ കൂടാരത്തിലെ കവരവിളക്കിനെ കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് കവരവിളക്കുമായി ഉള്ള ഒരു തിരുവചന സന്ദേശമാണ് നാം ധ്യാനിക്കുന്നത്. കവരവിളക്ക് അല്ലെങ്കിൽ മെനോറ എന്ന് പറയുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 25-ാമത്തെ അധ്യായത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള പ്രതിപാദനം. സ്വർണം കൊണ്ടുള്ള വിളക്ക്, സ്വർണത്തിൻ്റെ തകിട് അടിച്ച് പരത്തി ഒരൊറ്റ തകിടിൽ തീർത്ത ഒരു വിളക്കാണത്. ഏകദേശം 1 താലന്ത് സ്വർണം കൊണ്ടുണ്ടാക്കിയത്. 1 താലന്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 50 കിലോയുടെ അടുത്ത് വരുന്ന സ്വർണം കൊണ്ടാണ് ആ മനോഹരമായിട്ടുള്ള വിളക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഇരുവശങ്ങളിലുമായി 3 വിളക്കുകൾ വീതം, നടുവിൽ ഒരു തണ്ട് നിൽക്കുന്നു. അങ്ങനെ 7 വിളക്കുകളാണ് തെളിഞ്ഞു നിൽക്കുന്നത്. ഇതിൻ്റെ സ്ഥാനം ദേവാലയത്തിൽ വിശുദ്ധ സ്ഥലത്താണ് ഈ വിളക്ക് കത്തിച്ചു വച്ചിരിക്കുന്നത്. ആ വിളക്കിൻ്റെ പ്രകാശത്തിലാണ് പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഈ കവരവിളക്കിനെ പറ്റി, മെനോറയെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. ആ സ്വർണത്തിൻ്റെ വിളക്ക് ഉണ്ടാക്കുവാൻ മോശയ്ക്ക് ദൈവം മലയിൽ കാണിച്ചു കൊടുത്ത ആ മാതൃകയനുസരിച്ചാണ് ആ വിളക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വർണം അടിച്ചു പരത്തിയാണ് അതുണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അടിക്കപ്പെടുകയും ഇടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് അവൻ ലോകത്തിൻ്റെ പ്രകാശമായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഭൂമിയിൽ വന്ന് ജനിച്ച് പാടുപീടുകൾ സഹിച്ച് ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കാതെ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയില്ലായിരുന്നു. പരിശുദ്ധാത്മാവ് നിത്യമായും എന്നേക്കും മനുഷ്യഹൃദയങ്ങളിൽ വസിക്കാൻ തുടങ്ങുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിനും ഉയർപ്പിനും ശേഷം മാത്രമാണ്. അതിൻ്റെ നിഴലായിട്ടാണ് ആ വിളക്കിനെ കാണുന്നത്. ആ വിളക്ക് വെളിച്ചം പകരുന്നു. ഇതുപോലെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിച്ചം പകരുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ പാപാന്ധകാരത്തെ മാറ്റി ആത്മീയ വെളിച്ചം പകരുന്നതാണ് പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, ആ കവരവിളക്കിനെ വീണ്ടും ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, അതിൽ ഒലിവെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒലിവെണ്ണയാണ് ആ വിളക്ക് തെളിയാൻ ഒഴിച്ചിരിക്കുന്ന എണ്ണ. ഒലിവിൻ്റെ കായ അത് പഴയകാലത്ത് ഇടിച്ച് പിഴിഞ്ഞാണ് ആ എണ്ണ എടുക്കുന്നത്. എണ്ണ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണെന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ കർത്താവും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് വേണ്ടി ഇടിക്കപ്പെടുകയും അടിക്കപ്പെടുകയും ചെയ്തു. ആ ഒലിവിൻ്റെ കായ പോലെ തന്നെ അങ്ങനെയാണ് എണ്ണ ലഭിച്ചത്. ഇതുപോലെ ക്രിസ്തു നൽകുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നത് യേശുവിൻ്റെ ക്രൂശീകരണത്തിനും ഉദ്ധാനത്തിനും ശേഷമാണ്. ആ ഒലിവെണ്ണയാണ് ദീപമായി തെളിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മീയ പ്രകാശത്തിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അത് എളുപ്പം നമുക്ക് കിട്ടിയതല്ല. നമ്മുടെ കർത്താവിൻ്റെ മഹാത്യാഗത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് നമുക്കത് കിട്ടിയത് എന്ന് നാം മറക്കരുത്. വീണ്ടും ആ മെനോറയെ അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തുള്ള വിളക്കിനെ സൂക്ഷിച്ചു നോക്കിയാൽ വീണ്ടും നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു ചിന്തയുണ്ട്. എന്താണെന്നോ, ആ വിളക്കിൽ ബദാം ചെടികളെ അതിൻ്റെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. സ്വർണ്ണത്തണ്ടിൽ തന്നെ ബദാമിൻ്റെ പൂക്കൾ. ഇസ്രായേലിൽ ആദ്യം ഉണ്ടാകുന്ന പുഷ്പിക്കുന്നത് ഈ ബദാമാണ്, ഏറ്റവും ആദ്യം. ഇതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് പുതിയ ചിന്തകൾ, പുതിയ ഫലങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരുന്നതിനെ സൂചിപ്പിക്കുന്നു. ആ ബദാമിൻ്റെ പൂക്കളെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പുതുമ നിറഞ്ഞ അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, കവരവിളക്കിനെ സൂക്ഷിച്ചു നോക്കണം. 7 വിളക്കാണ്. 7 എന്ന് പറയുന്നത് സമ്പൂർണതയെ സൂചിപ്പിക്കുന്നു. 7 വിളക്ക് 7 സമ്പൂർണതയെ സൂചിപ്പിക്കുന്നു. 6 അപൂർണതയെ സൂചിപ്പിക്കുന്നു. 3 ത്രിത്വത്തെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ സംഖ്യാശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ധാരാളം ആശയങ്ങളുണ്ട്. 7 സമ്പൂർണതയാണ്.
ഇതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമുക്ക് ഒരു സമ്പൂർണത അല്ലെങ്കിൽ ഒരു തികവിൻ്റെ ഒരു പൂർണ്ണതയുടെ അനുഭവം ഉണ്ടാവുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, സത്യാത്മാവ് വരുമ്പോൾ നിന്നെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത്. അർദ്ധസത്യങ്ങൾ, അസത്യങ്ങൾ എല്ലാം നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തു നൽകുന്ന പരിശുദ്ധാത്മാവാണ് എല്ലാറ്റിൻ്റെയും പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രായോഗിക ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഒരുപക്ഷെ നിങ്ങളൊരു കുടുംബസ്ഥനായിരിക്കാം, ഒരുപക്ഷെ വൈദികനോ സിസ്റ്ററോ ആരുമായിക്കൊള്ളട്ടെ. നമ്മുടെ ഹൃദയത്തിലെ ആ ശൂന്യത മാറണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായ, ആഹ്ലാദകരമായ, ആനന്ദത്തിൻ്റേതായ അനുഭൂതിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്ന എപ്പോഴാണെന്നോ, ഈ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. അപ്പോസ്തലന്മാരുടെ ജീവിതം പരിശോധിച്ച് നോക്കൂ. പൗലോസ് അപ്പോസ്തലനും സീലാസും കാരാഗൃഹത്തിൽ അടികൊണ്ട് വളരെ വേദനയിൽ പൊളയുമ്പോഴും അവർ ആനന്ദിക്കുകയായിരുന്നു. എന്താണ് അതിൻ്റെ രഹസ്യം? അവർ മദ്യപിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണോ അവർക്ക് ആനന്ദമുണ്ടാകുന്നത്? യേശുക്രിസ്തുവിനെ പ്രതി ഈ തല്ലുകൊണ്ട് കിടക്കുമ്പോഴും അവർ കാരാഗൃഹത്തിൽ ചങ്ങലകളിൽ കിടന്ന് ആരാധിക്കുവാനും സന്തോഷിക്കുവാനും അവർക്ക് സാധിച്ചത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ്, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷത്തിൽ നോക്കൂ. ചില വീടുകളിൽ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളുണ്ട്, മാരകമായ അസുഖങ്ങൾ പിടിച്ചു കഴിയുന്ന ആളുകളുണ്ട്. എന്നാൽ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ കഴിയുന്ന ആളുകൾ അവരൊരിക്കലും നിരാശ കാണില്ല. നിങ്ങളൊരു പക്ഷേ അങ്ങനെയുള്ള ആളുകളെ കണ്ടിരിക്കാം. ഭവനങ്ങളിൽ സന്ദർശിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ കാണാം. നാം ചിന്തിക്കും, ഇത്രയധികം ദുരിതങ്ങളും ദുഃഖങ്ങളും അവർക്കുണ്ടായിട്ടും അവരത് ബാധിക്കുന്നില്ലല്ലോ എന്ന്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിൽ മാറാൻ സാധിക്കുന്നത്. നമ്മൾ മറ്റൊരു മനുഷ്യനായിട്ട് മാറുകയാണ്. അതിനെ ബൈബിളിൽ വിശേഷിപ്പിക്കുന്നത് ദൈവീക മനുഷ്യനെന്നാണ്. അപ്പോൾ നമ്മൾ വെറും ലൗകിക മനുഷ്യനോ ജഡിക മനുഷ്യനോ ആയി തീരാതെ ദൈവീക മനുഷ്യരായിട്ട് ജീവിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ ദാനമാണ് ഈ പരിശുദ്ധാത്മാവ്. കവരവിളക്കാണ്, ആ സ്വർണത്തിൻ്റെ വിളക്കാണ് നമുക്ക് പ്രകാശം തരുന്നത്. അവസാനമായി ഞാൻ പറയട്ടെ, നമ്മൾ വിളക്കുകളായിട്ട് മാറേണ്ടവരാണ്. നമ്മൾ വെളിച്ചമായിട്ട് മാറേണ്ടവരാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നാൽ ഗിരിപ്രഭാഷണത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രകാശം പരത്തി ജീവിക്കേണ്ടവരാണ്. ദൈവത്തിൻ്റെ പ്രകാശം, ആ പ്രകാശം പരത്തുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മുടെ ദൗത്യം ശരിയായി നിർവഹിക്കുന്നുള്ളൂ. സഭ ഇരുണ്ട യുഗത്തിലൂടെ കടന്നുപോയ കാലമുണ്ട്, ഡാർക്ക് ഏജസ്. സഭ എന്ന് പറയുന്നത് വെളിച്ചം കൊടുക്കേണ്ടതാണ്. ഈ അന്ധകാര ലോകത്തിന്, പാപാന്ധകാരം നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ വെളിച്ചമായി വർത്തിക്കേണ്ടതാണ് എന്നും സഭ. സഭ എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും, വിശ്വാസികളുടെ സമൂഹം മുഴുവൻ, നമ്മൾ വെളിച്ചം പകരാൻ കഴിയാത്തവരാണെങ്കിൽ ആ വിളക്കിന് എന്ത് പ്രയോജനം, പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് സമാഗമ കൂടാരത്തിലകത്തെ കവരവിളക്ക് ഒലിവെണ്ണ ഒഴിച്ച് ദീപം തെളിച്ച് നിർത്തും. പുരോഹിതനാണത് ചെയ്യുക. അവിടെ സ്വർണ്ണ കത്രികകളുണ്ട്. എന്തിനാണെന്നോ, കരിന്തിരി ആകുമ്പോൾ ആ സ്വർണ്ണ കത്രിക കൊണ്ട് ആ കരിന്തിരി മുറിച്ച് കളയും. പിന്നെയോ നല്ല തിരിയിട്ട് എണ്ണ ഒഴിച്ച് വീണ്ടും ദീപം തെളിക്കും. ഞാനും നിങ്ങളും കരിന്തിരികളാകരുതേ. വെറും പുക പടർത്തുന്ന, കരി പടർത്തുന്ന, പുക പടർത്തുന്ന പിന്നെ വിളക്കായി തീരാതെ വെളിച്ചം പകരുന്ന വിളക്കായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.